പത്തനംമാറ്റ സീരിയലിൽ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടുകൂടി കാണുവാൻ കാത്തിരിക്കുന്ന ചില രംഗങ്ങളാണ്. ദേവയാനിക്ക് കരൾ ദാനം ചെയ്ത നയനയുടെ പുണ്യപ്രവൃത്തി ദേവയാനി തിരിച്ചറിയുമോ? അങ്ങനെ തിരിച്ചറിഞ്ഞാൽ എന്തായിരിക്കും തന്റെ പ്രതികരണം? ഇതൊക്കെ അറിയുവാൻ വേണ്ടി എന്തായാലും എല്ലാ ആകാംക്ഷകളും അവസാനിപ്പിച്ചുകൊണ്ട് ദേവയാനി ഇപ്പോൾ നയനയെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പക്ഷേ സത്യങ്ങളെല്ലാം ദേവയാനി മനസ്സിലാക്കിയെങ്കിലും ദേവയാനി എല്ലാം തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം അനന്തപുരിയിൽ ആരും തന്നെ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. അതിനാൽ തന്നെ നയനയെയും ആദർശിനെയും ഉൾപ്പെടെ എല്ലാവരെയും ദേവയാനി പൊട്ടം കളിപ്പിക്കുകയാണ്. ദേവയാനിയുടെ മുമ്പിൽ കാര്യങ്ങളൊന്നും അറിയാതെ മറ്റുള്ള ആൾക്കാർ നാടകം കളിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ദേവയാനി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്നും ഈ ലോകത്ത് ദേവയാനി ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടെങ്കിൽ അത് താനാണ് എന്നും നയനയും തിരിച്ചറിയുന്നു. അതേക്കുറിച്ചാണ് തുടർന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും അപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കുകളും തുടർന്നും വീഡിയോകൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമായി മാറും. പുതിയൊരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി സുന്ദരിയായി നയന കിച്ചണിലേക്ക് കയറുവാൻ തുടങ്ങുകയാണ്. അപ്പോൾ നയനയുടെ മനസ്സിൽ പറയുന്നുണ്ട്, കുറേ ദിവസങ്ങളായി അനന്തപുരിയിലെ അടുക്കളയിലേക്കൊന്ന് കയറിയിട്ട് എന്ത് ചെയ്യാനാ, അമ്മ കയറ്റത്തില്ലല്ലോ. എന്നാൽ ഇന്നിവിടെ എല്ലാവർക്കും എൻ്റെ വകയായിരിക്കും ചായ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ അമ്മയുടെ വഴക്ക് കേൾക്കേണ്ടി വന്നാലും സാരമില്ല, ഇന്നത്തെ ചായ ഞാൻ തന്നെ ഉണ്ടാക്കും. അമ്മയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ ഉപദേശിച്ചിട്ടുണ്ടെങ്കിലും രോഗം ഭേദമാകുന്നതിന് മുൻപ് തന്നെ അമ്മ അടുക്കള ഭരണം ഏറ്റെടുത്തു. അതിനിപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് വിലക്കുവാൻ ഇവിടെ ആർക്കും കഴിയുകയുമില്ല. ഇങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നയനെ അടുക്കളയിലേക്ക് കയറുമ്പോൾ ദേ നിൽക്കുന്നു അടുക്കളയ്ക്കുള്ളിൽ ദേവയാനി. എല്ലാ ആൾക്കാർക്കുമുള്ള ചായയും അപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റും പ്രഭാതത്തിൽ തന്നെ ഉണർന്ന് ദേവയാനി തയ്യാറാക്കുകയാണ്. ഈ കാഴ്ച കണ്ടിട്ട് നയന പെട്ടെന്ന് അവിടെ ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് തൻ്റെ മനസ്സിൽ പറയുക, അയ്യോ, അമ്മ ഉണർന്നെഴുന്നേൽക്കുന്നതിന് മുമ്പ് അടുക്കളയിൽ കയറാൻ വേണ്ടിയാണ് ഞാൻ എത്തിയത്. പക്ഷേ ഞാൻ ഉണരുന്നതിന് മുൻപ് തന്നെ അമ്മ അടുക്കളയിൽ കയറി പാചകവും പകുതി കഴിഞ്ഞു. പാവം, ആരോഗ്യസ്ഥിതിയൊക്കെ മോശമാണെങ്കിലും എല്ലാ ആൾക്കാർക്കും അമ്മ തന്നെ വെച്ചു വിളമ്പുകയാണ്. തുടർന്ന് പിൻപിൽ നിന്നുകൊണ്ട് നയന ദേവയാനിയെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ദേവയാനി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ചിരിക്കുകയാണ്. ദേവയാനിയുടെ ചിരി കണ്ടിട്ട് നയനയ്ക്കും ചിരി വരുന്നുണ്ട്. എന്നിട്ട് ഉള്ളിൽ പറയുക, അല്ല അമ്മയ്ക്ക് ഇത് എന്തു പറ്റി? അമ്മ എന്തിനാണ് ഇങ്ങനെ അടുക്കളയിൽ കയറി രാവിലെ ചിരിക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഈ സമയത്ത് ദേവയാനി ഈ ചിന്തകളിലേക്ക് അങ്ങനെ ആഴ്ന്നിറങ്ങി പോവുകയാണ്. ദേവയാനി മനസ്സിൽ പറയുകയാണ്, ഇന്നലത്തേക്കാൾ നല്ല രുചിയുള്ള ഭക്ഷണം ഇന്ന് എൻ്റെ മരുമകൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് കഴിച്ചിട്ട് വേണം അവൾ ഓഫീസിലേക്ക് പോകാൻ. ഇന്നലെ ഞാൻ തയ്യാറാക്കിയ ഭക്ഷണങ്ങളൊക്കെ അവൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടുവെന്ന് ആദർശ് പറഞ്ഞല്ലോ. ഇത് കേൾക്കുന്നത് തന്നെ ഒരു വലിയ സന്തോഷമാണ്. എല്ലാ ദിവസവും എൻ്റെ മരുമകളെ ഇങ്ങനെ ഞാൻ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. ദേവയാനി മനസ്സിൽ പറഞ്ഞൊടുവിൽ അത് അവ്യക്തമായ പിറുപിറുപ്പുകളായി പതിയെ പുറത്തേക്ക് വരുവാൻ തുടങ്ങി. നയന ഇതെല്ലാം അമ്പരപ്പോടെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് തൻ്റെ അമ്മായിയമ്മ എന്താണ് ഈ പിറുപിറുക്കുന്നതെന്ന് കേൾക്കുവാൻ വേണ്ടി മെല്ലെ നയനെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും നയനയുടെ സാന്നിധ്യം ദേവയാനി തിരിച്ചറിയുകയും പെട്ടെന്ന് താൻ ഞെട്ടിത്തിരിയുകയും ചെയ്യുന്നുണ്ട്. നയനയെ കണ്ട മാത്രയിൽ ദേവയാനി ആ പഴയ ഗൗരവഭാവമൊക്കെ വീണ്ടെടുത്തതിന് ശേഷം വേഗം നയനയോട് ചോദിക്കുകയാണ്, എന്താ വന്നത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ അടുക്കളയിൽ നീ കയറരുതെന്ന്? ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കുവാൻ അത്ര ബുദ്ധിമുട്ടുണ്ടോ? ഉടനെ നയന ഒരു ചെറിയ ചിരിയോടുകൂടി പറയുകയാണ്, അല്ല അമ്മ എന്തിനാണ് ഈ വെളുപ്പിന് എഴുന്നേറ്റ് അടുക്കളയിൽ കയറി ചിരിക്കുകയും തനിയെ വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്നത്? പെട്ടെന്ന് ദേവയാനി ഒരു ജാള്യതയോടെ മറുപടി പറയുകയാണ്, അല്ല മനുഷ്യർക്ക് സന്തോഷം വന്നാൽ ചിരിക്കില്ലേ? ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്വയം സംസാരിച്ചൊന്നുമിരിക്കും. അതൊക്കെ നിന്നോടിപ്പോൾ പറയേണ്ട ആവശ്യമുണ്ടോ? എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ അന്വേഷിക്കുന്നത്? എനിക്ക് സന്തോഷിക്കുവാനും ചിരിക്കുവാനും 100 കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ നിന്നോട് പറയണമെന്നുണ്ടോ? അമ്മയെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും വന്നതല്ല. ഞാൻ രാവിലെ ചായ ഉണ്ടാക്കാമെന്നും കരുതി ഇങ്ങോട്ട് കയറി വന്നതാണ്. അപ്പോഴാണ് അമ്മ ഇവിടെ നിന്നുകൊണ്ട് ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടത്. അതുകൊണ്ട് ചോദിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കിപ്പോൾ എന്നോട് പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും ചോദിക്കുന്നുമില്ല. നിനക്ക് രാവിലെ ഓഫീസിൽ പോകണ്ടേ? ഓഫീസിൽ പോകണം അമ്മേ, പക്ഷെ അതിനിനി സമയമുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഓഫീസിൽ പോകേണ്ട ആൾക്കാർ രാവിലെ എഴുന്നേറ്റ് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിയിട്ട് പിന്നീട് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയാൽ ചിലപ്പോൾ കൃത്യസമയത്ത് അവിടെ എത്തുവാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പിന്നെ നമ്മുടെ സ്വന്തം സ്ഥാപനമാണല്ലോ എന്നുള്ള ചിന്തയിൽ തോന്നുമ്പോൾ എത്തിയാൽ മതി എന്നാണെങ്കിൽ അത് നടക്കില്ല. ഓഫീസ് കാര്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ചിട്ടയും ഉത്തരവാദിത്വവും ഒക്കെ കാട്ടിയേ പറ്റൂ. അവിടെയുള്ള എല്ലാ ജോലിക്കാരെയും പോലെ തന്നെ നിനക്കും അത് ബാധകമാണ്. കാരണം നീയും ആ ഓഫീസിലെ ജോലിക്കാരി തന്നെയാണ്. മൂർത്തീസ് ഗ്രൂപ്പിന്റെ MDയുടെ ഭാര്യയാണെന്നുള്ള ചിന്തയിൽ തോന്നുമ്പോൾ കയറി ചെന്നാൽ മതി എന്നുള്ള ചിന്ത അതൊന്നും പാടില്ല. അമ്മ അല്പം ചായ ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. ചായ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് ഒരുങ്ങാൻ ധാരാളം ടൈമുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് തന്നെ നീ വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നീ അടുക്കളയിൽ കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന്. ഇവിടെ എനിക്ക് ആരെയും വിശ്വാസമില്ല. എനിക്കെൻ്റെ ജീവൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെനിക്ക് ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തി തന്നത് ഞാനാണെന്ന് തന്നെയാണോ അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത്?
അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനി മുതലേ ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കിക്കൊള്ളാം. കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. നീ പോയിട്ട് നിന്റെ കാര്യം നോക്കുമോളെ. ദേവയാനി നയനയെ മോളെ എന്ന് വിളിച്ചത് കേട്ടിട്ട് നയനയൊന്ന് ഞെട്ടുന്നുണ്ട്. ഇത് കണ്ടിട്ട് പെട്ടെന്ന് ദേവയാനി അത് പിന്നെ സംസാരത്തിനിടയിൽ പെട്ടെന്ന് വന്ന നാക്കുപിഴവാണ്. അറിയാതെ എൻ്റെ വായിൽ നിന്ന് വീണു പോയതാണ്. അല്ലാതെ എനിക്ക് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടൊന്നും അല്ല മോളെ എന്ന് വിളിച്ചത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ. ആ, ഞാൻ അങ്ങനെ വിളിച്ചത് കൊണ്ട് എനിക്ക് നിന്നോട് സ്നേഹം തോന്നി തുടങ്ങിയോ എന്ന് നീ ചിന്തിക്കണ്ടെന്ന് കരുതി പറഞ്ഞതാണ്. അമ്മേ, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. നയനെ, നിന്നെ വിഷമിപ്പിക്കുവാൻ വേണ്ടി ഒന്നുമല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. നിനക്ക് ഈ അടുത്ത കാലത്ത് കാര്യമായിട്ട് എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതല്ലേ. മാത്രവുമല്ല, നീ ഇപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുമുണ്ട്. നീ അവിടെ വെറുതെ പോയിരിക്കുകയൊന്നുമല്ലല്ലോ. കാര്യമായിട്ട് നിനക്ക് അവിടെ ജോലിയുണ്ടല്ലോ. ഇവിടെയാണെങ്കിൽ ഞാനും ജാനകിയും ജലജയും ഒക്കെ വെറുതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി ഇവിടെ നീ അടുക്കളയിൽ കയറണ്ട എന്ന്. ദേവയാനിയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് അവിശ്വാസത്തോടു കൂടി തൻ്റെ അമ്മായിയമ്മയുടെ മുഖത്തേക്ക് നയനെ അങ്ങനെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ്. ഈ അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയെന്നുള്ള ഭാവത്തിൽ. അപ്പോൾ ദേവയാനി, എന്തായാലും തൽക്കാലം നീ പോ, നിനക്കുള്ള ചായ ഞാൻ റൂമിൽ കൊണ്ടെത്തിച്ചേക്കാം എന്ന് പറഞ്ഞ് നയനെ ഇറക്കി വിടുകയാണ്. അങ്ങനെ നയന മടങ്ങി തൻ്റെ റൂമിലേക്ക് എത്തുന്നു. അപ്പോൾ ആദർശ് ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. റൂമിലേക്ക് കയറി വരുന്ന നയനയെ കണ്ടുകൊണ്ട് ആദർശ് ചോദിക്കുകയാണ്, നീ എവിടെയാണ് നയനെ ഈ വെളുപ്പാങ്കാലത്ത് ഇറങ്ങിപ്പോയത്? എന്തായിരുന്നു നിന്റെ പരിപാടി? പക്ഷേ ആദർശിൻ്റെ ഈ ചോദ്യങ്ങളൊന്നും നയന കേൾക്കുന്നേയില്ല. നയന വേറൊരു ലോകത്താണ്. അപ്പോൾ ആദർശ് വീണ്ടും വിളിക്കുകയാണ്, നയനെ, ഡി നയനെ. പെട്ടെന്ന് നയനെ ഒന്നും ഞെട്ടിയിട്ട്, അയ്യോ ആദർശേട്ടാ, ആദർശേട്ടൻ എന്നെ വിളിച്ചോ? ആ, അത് ശരി. അപ്പോൾ നീ ഇവിടെങ്ങും അല്ലല്ലേ? ഞാൻ നിന്നെ പല ആവർത്തി വിളിച്ചല്ലോ. അയ്യോ ആദർശേട്ടാ, ഞാൻ രാവിലെ ചായ ഉണ്ടാക്കാമെന്ന് കരുതി കിച്ചണിലേക്ക് ചെന്നതാണ്. അപ്പോൾ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. അതിൻ്റെ ഹാങ് ഓവറിലായിരുന്നു ഞാൻ. അത്ഭുതമോ? എന്തത്ഭുതം? അതെ, ഞാൻ കിച്ചണിലേക്ക് കയറി ചെല്ലുമ്പോൾ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അമ്മ ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുകയും എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്യുകയാണ്. എന്ത്? ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുകയാണെന്നോ? അമ്മ എന്താ സംസാരിച്ചത്? അമ്മ എന്താണ് സംസാരിച്ചതെന്നൊന്നും ഞാൻ കേട്ടില്ല. പക്ഷേ അമ്മ ഭയങ്കര സന്തോഷത്തിലാണ്. ശരിക്കും അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അമ്മ ഇപ്പോൾ വേറൊരു ലോകത്ത് തന്നെയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, ഈ ഒറ്റയ്ക്കുള്ള സംസാരമൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഈയിടെയായി ഞാനും അമ്മയെ നോക്കുമ്പോഴൊക്കെ അമ്മ നല്ല ചിരിയിലാണ്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണുമ്പോഴേക്കും പെട്ടെന്ന് ഗൗരവമുള്ള ഭാവത്തിലേക്ക് വരാറുമുണ്ട്. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ നയന പറയുകയാണ്, അല്ല ആദർശേട്ടാ, ഇനിയിപ്പോൾ അമ്മയ്ക്ക് കരൾ കൊടുത്തത് ഞാനാണെന്ന് വല്ലതും അമ്മ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമോ? ഏയ്, നീ എന്തൊക്കെയാണ് നയന ഈ പറയുന്നത്? അതുവല്ലോ അമ്മ അറിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അമ്മയുടെ പ്രതികരണം. അമ്മ മിണ്ടാതിരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ല ആദർശേട്ടാ, എനിക്കറിയില്ല. എൻ്റെ ഒരു സംശയം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അമ്മ ഇനി പഴയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓർത്ത് ചിരിച്ചതാകാനും സാധ്യതയുണ്ട്. ഉടനെ ആദർശ് പറയുകയാണ്, ഇത്തവണ മലയ്ക്ക് പോയിട്ട് വന്നതിൻ്റെ മാറ്റങ്ങൾ ധാരാളമാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതാണ് അമ്മയുടെ മാറ്റം. ഞാൻ പറഞ്ഞില്ലേ, മല ചവിട്ടിയിട്ട് തിരികെ വരുമ്പോഴേക്കും അമ്മയിൽ മാറ്റം വരുമെന്ന്. അപ്പോൾ നീയാണ് പറഞ്ഞത് അങ്ങനെയൊന്നുമുള്ള വിശ്വാസം നിനക്കില്ല എന്ന്. പക്ഷേ അയ്യപ്പസ്വാമി നമ്മുടെയൊക്കെ പ്രാർത്ഥന കേട്ടു. അതുകൊണ്ടല്ലേ നമുക്കിപ്പോൾ ഇങ്ങനെ സന്തോഷിക്കുവാനും ഒരുമിച്ചിരിക്കുവാനും ഒക്കെ കഴിയുന്നത്. തുടർന്ന് നയനയോട് ആദർശ് പറയുകയാണ്, അതെ, ഇന്ന് ഓഫീസിൽ അർജൻറ്റായിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. കുറച്ച് നേരത്തെ അവിടെ എത്തണം. അതുകൊണ്ട് ഞാൻ റെഡിയാവുകയാണ്. നീയും പെട്ടെന്ന് റെഡിയാകാൻ നോക്ക്. തുടർന്ന് കാണുന്നത് പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി അനന്തപുരിയിലെ എല്ലാവരും ഡൈനിങ് ടേബിളിലേക്ക് വരുന്ന കാഴ്ചയാണ്. ദേവയാനിയാണ് എല്ലാവർക്കുമുള്ള ഭക്ഷണം വിളമ്പുന്നത്. ഇത് കണ്ടിട്ട് മുത്തശ്ശി പറയുകയാണ്, മോളെ ദേവയാനി, നീ ഇങ്ങനെ എല്ലാവർക്കുമുള്ള ആഹാരവും ഉണ്ടാക്കി എല്ലാവർക്കും വിളമ്പി അവരൊക്കെ കഴിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാതെ നീ ഇവിടെ വന്നിരിക്കാൻ നോക്ക്. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഇത്രയും സമയം നീ അടുക്കളയിൽ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുകയായിരുന്നില്ലേ? ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ചില ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം കൃത്യസമയത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും സമയം വിശ്രമിച്ചവരൊക്കെ വിളമ്പട്ടെ, നീ വന്ന് കഴിക്ക്. അത് വേണ്ടമ്മേ, ഞാൻ തന്നെ വിളമ്പിക്കൊള്ളാം. എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. മാത്രവുമല്ല, ഈ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് ഇവരൊക്കെ അഭിപ്രായം പറയട്ടെ എങ്ങനെയുണ്ട് എന്ന്. അത് കേൾക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ദേവയാനി, നീ ഇങ്ങനെ ഈ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ ഹെൽത്ത് പൂർണ്ണമായിട്ടും ഓക്കെ ആയിട്ടില്ല. ആ ഒരു ഓർമ്മ നിനക്ക് എപ്പോഴും ഉണ്ടാകണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് സഹിക്കാൻ ഒറ്റയ്ക്ക് മാത്രമേ കാണുള്ളൂ കേട്ടോ. ഉടനെ മുത്തശ്ശി ജാനകിയോടും ജലജയോടും ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം മുറിയിൽ നിന്ന് ഇറങ്ങാണ്ടിരിക്കുകയാണോ? കൊച്ചു വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് വയ്യാത്ത ദേവയാനി അടുക്കളയിൽ കയറുമ്പോൾ അത് കണ്ടിട്ടെങ്കിലും ഒരു സഹായത്തിന് നിങ്ങൾക്കും കൂടി കയറി ചെല്ലരുതോ? അല്ലെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും അടുക്കളയിൽ കയറുന്നതും മേലനങ്ങുന്നതും ഇഷ്ടമല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ജലജ, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? നയന ഇല്ലാതിരുന്ന കുറേ നാൾ ഞങ്ങളല്ലേ അടുക്കളയിൽ കയറുകയും ഭക്ഷണം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ആ, അതിൻ്റെ കാര്യമൊന്നും പറയണ്ട. 8 മണിക്ക് കഴിക്കേണ്ടത് 11 മണിക്കും കഴിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ വെറുതെ വഴക്കുണ്ടാക്കണ്ട എന്ന് കരുതി എല്ലാവരും സഹിക്കുകയായിരുന്നു. അങ്ങനെ ക്രമം തെറ്റി ഭക്ഷണം കഴിക്കുകയും മരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ അസുഖം ഇപ്പോഴും ഭേദമാകാതെ ഇരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, നാളെ മുതൽ ദേവയാനി അടുക്കളയിൽ കയറുമ്പോൾ ആ കൂട്ടത്തിൽ ജാനകിയും ജലജയും തീർച്ചയായിട്ടും കയറിയിരിക്കണം. പിന്നെ അനാമിക മോൾക്ക് ഇതുവരെയും ഒന്നും തന്നെ ഉണ്ടാക്കാൻ അറിയില്ല.
അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല മോളെ. അടുക്കളയിൽ കയറുകയും ഭക്ഷണം പാകം ചെയ്ത് പഠിക്കുകയും ചെയ്യണം. നാളെ ഒറ്റപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ എത്തിപ്പോയാൽ എന്തു ചെയ്യും? പാചകം അറിയാത്തത് കൊണ്ട് 3 നേരവും പുറത്തുനിന്നും ഭക്ഷണം വാങ്ങി അങ്ങനെ ജീവിതകാലം മുഴുവൻ കഴിച്ച് മുൻപോട്ട് പോകാൻ പറ്റുമോ? ഒരു സ്ത്രീ ആയാൽ ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ളതാണ്. ഉടനെ അനാമിക പറയുകയാണ്, മുത്തശ്ശി, എൻ്റെ വീട്ടിൽ ഞാൻ അടുക്കളയിൽ കയറിയിട്ടില്ല. അവിടെ എല്ലാ ജോലികളും ചെയ്യുവാൻ ജോലിക്കാർ പലരുണ്ട്. മോളെ, പണമുണ്ടെന്ന് കരുതി ജോലിക്കാരെ വെച്ച് എല്ലാം ചെയ്ത് ജീവിക്കാമെന്ന് കരുതരുത്. നാളെ ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടാൽ അവിടെയും ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ഇത് കേട്ടിട്ട് ദേവയാനി പറയുകയാണ്, അമ്മ ഇപ്പോൾ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. അനാമിക മോൾക്കൊന്നും ചെയ്യാൻ അറിയില്ലെങ്കിൽ കിച്ചണിൽ വന്ന് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നോക്കി നിന്നെങ്കിലും പഠിക്കാമല്ലോ. അതുപോലും മോള് ചെയ്യാറില്ല. അത്രയും അങ്ങോട്ട് കേട്ടപ്പോഴേക്കും അനാമികയ്ക്ക് കലി അങ്ങോട്ട് കയറുകയാണ്. എന്നിട്ട് കുനിഞ്ഞിരിക്കുക. പെട്ടെന്ന് ഇതിനിടയിൽ കയറി ജാനകി പറയുകയാണ്, എൻ്റെ മരുമകൾ ഇവിടേക്ക് വന്നത് അടുക്കളപ്പണി ചെയ്യാനല്ല ഏട്ടത്തി. അതുകൊണ്ട് അവളെ അടുക്കളയിൽ കയറ്റുവാൻ ഇനിയിപ്പോൾ ആരും ശ്രമിക്കുകയും വേണ്ട, അത് നടക്കില്ല. പെട്ടെന്ന് അനി പ്രതികരിക്കുകയാണ്, അമ്മ തന്നെയാണ് ഇവൾക്ക് ഇമാതിരിയുള്ള കാര്യങ്ങൾക്കെല്ലാം വളം വെച്ചു കൊടുക്കുന്നത്. അവൾ അടുക്കളയിൽ കയറിയത് കൊണ്ട് എന്തു പറ്റും? വളയൂരി പോകുമോ? ഈ വീട്ടിൽ എല്ലാവർക്കും ഒരുപോലെയുള്ള നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. അവളും അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. വെറുതെ ഇരുന്നിങ്ങനെ 3 നേരം തിന്നാൽ മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്കൊക്കെ ശരീരം കൂടി ഒന്ന് അനങ്ങണം. ഇല്ലെങ്കിൽ അധിക നാളൊന്നും ജീവിച്ചിരിക്കില്ല. എടാ, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട കേട്ടോ. നിനക്ക് അനാമിക മോളെ ഇഷ്ടമല്ലെന്ന് കരുതി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ സംസാരിക്കാനൊന്നും വരണ്ട. മോനാണെന്നൊന്നും ഞാൻ നോക്കില്ല, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. ഉടനെ മുത്തശ്ശൻ പറയുകയാണ്, ഭക്ഷണത്തിൻ്റെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ വഴക്കിടുന്നത് ശരിയല്ല. ഇത് എത്രയോ പ്രാവശ്യം ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്ക്. അപ്പോഴേക്കും താൽക്കാലികമായി എല്ലാവരും ശാന്തരായി. തുടർന്ന് കാണുന്നത് ആദർശും നയനയും ഓഫീസിലേക്ക് പോകുവാൻ റെഡിയാവുകയാണ്. ഇതിനിടയിൽ നയനെ ആദർശിനോട് പറയുകയാണ്, ആദർശേട്ടാ, ഞാൻ അമ്മയോട് ഓഫീസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് വേഗം വരാട്ടോ എന്ന് പറഞ്ഞ് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നയന മുറിയുടെ വാതിൽക്കലെത്തുമ്പോൾ ദേവയാനി മറ്റാർക്കോ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ദേവയാനിയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, ഒരു ഡോക്ടറുണ്ട്. അവരോടാണ് ദേവയാനി സംസാരിക്കുന്നത്. ഈ സംഭാഷണം കേട്ടുകൊണ്ട് നയനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ദേവയാനി പറയുകയാണ്, എടി, ഞാൻ എൻ്റെ മരുമകളെ തിരിച്ചറിയുവാൻ ഒരുപാട് വൈകിപ്പോയി. പക്ഷെ ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടെങ്കിൽ അതെൻ്റെ മരുമകൾ മാത്രമാണ്. ദേവയാനിയുടെ നാവിൽ നിന്ന് ഒരിക്കലും കേൾക്കില്ല എന്ന് പ്രതീക്ഷിച്ച ഈ വാക്കുകൾ കേട്ടപ്പോഴേക്കും നയന അക്ഷരാർത്ഥത്തിൽ ഒന്ന് നടുങ്ങുകയാണ്. എന്നിട്ട് ഷോക്ക് അടിച്ചതുപോലെ നിന്നുകൊണ്ട് നയന ചിന്തിക്കുകയാണ്, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എൻ്റെ കാര്യം തന്നെയാണോ അമ്മ ഈ സംസാരിക്കുന്നത്? അപ്പോൾ ദേവയാനി വീണ്ടും പറയുകയാണ്, നീ എൻ്റെ മരുമകളെ കണ്ടിട്ടില്ലല്ലോ, അവൾ സുന്ദരിയാണ്. നിനക്ക് സമയം കിട്ടുമ്പോൾ നീ ഇവിടേക്ക് വാ, അപ്പോൾ നയനയെ നിനക്ക് കാണാം. എനിക്കിപ്പോൾ വലിയ കുറ്റബോധമുണ്ട്. ഞാൻ നയനയ്ക്കെതിരായി സംസാരിക്കുന്ന സമയത്തൊക്കെ നീ എന്നെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും നിന്റെ വാക്കുകൾക്ക് ഞാൻ ഒരു വിലയും നൽകിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ വൈകിയാണെങ്കിലും ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ മരുമകളുടെ മനസ്സെന്താണെന്ന്. ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ ജീവനോടെ ഇരിക്കുന്നത് എൻ്റെ മരുമകൾ നയന കാരണമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവളുടെ ജീവനാണ് ഇപ്പോൾ എന്നിൽ തുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ടതിന് ശേഷം കൂട്ടുകാരി മറുപടി പറയുകയാണ്, സാരമില്ല ദേവയാനി, നിനക്കെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. ഇനിയും നിന്റെ മുമ്പിൽ ധാരാളം സമയമുണ്ട്. മരുമകളെ സ്നേഹം വാരിക്കോരി കൊടുത്ത് അവൾക്ക് വേണ്ടി ജീവിക്കുവാൻ ദൈവം നിന്റെ മുൻപിൽ വീണ്ടും ഒരു ജന്മം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം നോക്കിക്കണ്ട് നീ നന്നായിട്ട് ചെയ്യ്. ഇത് കേട്ടിട്ട് ദേവയാനി പെട്ടെന്ന് പറയുകയാണ്, അതെ, നയനമോൾക്ക് ഓഫീസിലേക്ക് പോകുവാൻ സമയമായിട്ടുണ്ട്. മോൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളെല്ലാം പ്രഭാതത്തിൽ തന്നെ ഞാൻ എഴുന്നേറ്റ് റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ ടിഫിൻ ബോക്സ് കൂടി ഞാൻ എടുത്ത് കയ്യിൽ കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി അതും മറന്നിട്ട് അങ്ങ് പോയി കളയും. എന്തായാലും ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ദേവയാനി തിരിഞ്ഞു നോക്കുന്നത് നയനയുടെ മുഖത്തേക്കാണ്. ദേവയാനി പറഞ്ഞതെല്ലാം കേട്ട് നിറകണ്ണുകളോടുകൂടി പിൻപിൽ നിൽക്കുന്ന നയന. ഈ കാഴ്ച കാണുമ്പോഴേക്കും ദേവയാനിയും ആകെ പതറുകയാണ്. എന്നിട്ട് തൻ്റെ മനസ്സിൽ പറയുന്നു, അയ്യോ, ഞാൻ പറഞ്ഞതെല്ലാം അവൾ കേട്ടോ? ഉടൻ തന്നെ നയന മുൻപോട്ട് ഓടിച്ചെന്ന് ദേവയാനി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ഏങ്ങലടിച്ച് വിങ്ങിപ്പൊട്ടി നയനെ അങ്ങോട്ട് കരയുകയാണ്. അപ്പോഴേക്കും ദേവയാനിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. ദേവയാനിയും വിതുമ്പലടക്കുവാൻ കഴിയാതെ നയനെയും ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്നു. അമ്മയോട് യാത്ര പറയുവാൻ പോയ നയനയെ കാണാത്തത് കൊണ്ട് ആദർശ് അന്വേഷിച്ച് ദേവയാനിയുടെ മുറിയിലേക്ക് ആ സമയത്ത് വരുന്നുണ്ട്. അമ്മായിയമ്മയും മരുമകളും പരസ്പരം കെട്ടിപ്പുണർന്ന് വിങ്ങിപ്പൊട്ടി കരയുന്നത് കണ്ട് ആദർശും അമ്പരന്ന് നിൽക്കുകയാണ്. തൊട്ടു പിന്നാലെ ജയനും എത്തുന്നുണ്ട്. എന്താണ് സംഭവിച്ചെന്നറിയാതെ ജയൻ ആദർശിന്റെ മുഖത്തേക്ക് നോക്കി ആംഗ്യം കാണിക്കുകയാണ്. ആദർശ് അതേപോലെ തന്നെ മറുപടിയായി ആംഗ്യ ഭാഷയിൽ തന്നെ ഒന്നും മനസ്സിലാകുന്നില്ല എന്നുള്ള മറുപടിയും പറയുന്നു. അതെ, അങ്ങനെ നയനയും ദേവയാനിയും തമ്മിലുണ്ടായിരുന്ന അകൽച്ചയുടെ നേർത്ത നൂൽപ്പാലം കൂടി ഇല്ലാതെയായിരിക്കുന്നു. ഇനി പത്തനമാറ്റിൽ കാണുവാൻ പോകുന്നത് അമ്മായിയമ്മയും മരുമകളും കൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഗംഭീരമായ ട്വിസ്റ്റുകളുടെ വരവാണ്. ആ മനോഹരമായ ദൃശ്യവിസ്മയങ്ങളുടെ കാഴ്ചയ്ക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.